നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പണിയെടുക്കണ്ട, കൃത്യസമയത്ത് എല്ലാം മുന്നാടിയേ എത്തും. ശരവണ, ഇത്ര നേരം എന്റെ കൂടെ നിന്നിട്ട് ഇവിടെ എത്തിയപ്പോ എന്നെ ഒറ്റ കൊടുക്കുവാണോ? അവൻ കാണുന്നത് എങ്ങനെയാ പറയാതിരിക്കുന്നത്? ശരിയാക്കി തരാം കേട്ടോ. എന്റെ ദൈവമേ, ഇനി ശരവണന്റെ ഉപദേശം കൂടെ സഹിക്കണമല്ലോ. ചെറിയച്ചനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, വന്ന നിമിഷം മുതലേ അച്ഛന്റെ അമ്മയുടെ നാവീന്ന് കേൾക്കുന്നത് നിന്നെ കുറിച്ചുള്ള നല്ല വാക്കുകളാ. ചെറിയച്ഛനും അച്ഛനും അതിൽ കൂടുതൽ സന്തോഷം വേറെ എന്താ? ചായ ചായ. അയ്യോ, അച്ഛനാണോ ചായ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ് മോളെ. എന്നെ ഒരു രോഗിയാക്കി അവിടെ ഇരുത്തിയിരിക്കല്ലേ. അതെ, അമ്മയ്ക്ക് ഞാൻ ചായ എടുക്കാഞ്ഞിട്ടാ. നിങ്ങക്ക് ആർക്കെങ്കിലും ചായ വേണമെങ്കിൽ അകത്ത് പോയി കുടിച്ചോളണം. സാർ എനിക്ക് വേണം, സാർ എനിക്ക് വേണം. ഞാൻ ഇപ്പൊ വരാങ്ങളെ. അതെ, നല്ല കൈപ്പുണ്യാണല്ലോ രഘുവിന്. താങ്ക് യു. മോനിപ്പോ വരുവോ സുജാതെ? അവൻ ഓഫീസിൽ പോയതാ, താമസിക്കും. എന്നാ പിന്നെ ഞങ്ങള് താമസിക്കുന്നില്ല. അയ്യോ അച്ഛാ, ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? പോരാ മോളെ, ചെറിയച്ഛന് എന്തൊക്കെയോ ജോലിയുണ്ട്. അതെ മോളെ, വിശദമായിട്ട് പിന്നൊരിക്കൽ വരാം. ഇപ്പൊ പോയേ പറ്റൂ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. സദാനന്ദേട്ടാ, ഇനി ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇങ്ങനെയുള്ള വരവും പോക്കൊന്നും വേണ്ടാട്ടോ. ഒരു നേരമോ ഒരു ദിവസമോ ഇവിടെ നിൽക്കുന്ന രീതിയിൽ വന്നാ മതി. ആയിക്കോട്ടെ. എന്നാ ഇറങ്ങട്ടെ മോളെ. ചെല്ലട്ടെ മോളെ. ചെറിയച്ച, എന്താ മോളെ? എവിടേക്കോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു തോന്നല് പോലെ. മുതിർന്നവരുടെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ ഒരു ശിക്ഷ ഉണ്ടാവില്ലേ? അത് ഞാൻ അനുഭവിച്ചു തുടങ്ങി. എന്താ മോള് പറയുന്നേ? അച്ഛനോടൊന്നും പറയരുത്. എന്റെ ഉള്ളില് നല്ല പേടിയുണ്ട് ചെറിയച്ച. എന്താ കാര്യം മോള് പറ. ആരോട് വേണമെങ്കിലും ചെറിയച്ഛൻ സംസാരിക്കാം. പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയാല് ഞാൻ ചെറിയച്ഛനോട് പറയാം. ചെറിയച്ഛൻ എന്റെ കൂടെ ഉണ്ടാവണം. മോള് പേടിക്കണ്ട, ചെറിയച്ഛൻ കൂടെ തന്നെ ഉണ്ടാവും. എന്താ ഇത്? വല്ല ഗൗരവമുള്ള കാര്യമാണോ? അതൊന്നുമില്ലേട്ടാ, ശ്രുതിമോളുടെ ഒരു കാര്യം പറയായിരുന്നു. അവള് കാനഡയ്ക്ക് പോകണം, അമേരിക്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞ ചാട്ടത്തിലായിരുന്നല്ലോ. ഇവളെ കൊണ്ടാണല്ലോ ശുപാർശ ചെയ്യിക്കുന്നത്. ആഹാ, അതാണല്ലേ കാര്യം. എന്നാ ഞങ്ങൾ പോയിട്ട് പറ്റാം മോളെ. നിത്യ, എന്താ താനി കാണിച്ചേ? ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കാനായിരുന്നു. പലരും പറഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ പോയതിന്റെ ഫല ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന.
ചെറിയ പൊള്ളല, 2 ദിവസം കൊണ്ട് മാറിക്കോളും. ഇത് 2 ദിവസം കൊണ്ട് മാറും. പക്ഷേ കൈവെള്ളയിൽ കുത്തേറ്റവരുടെ വേദന മാറാൻ 2 മാസങ്ങൾ എടുക്കുമായിരിക്കും അല്ലേ? CCTV നോക്കിയ പോലീസുകാര് ആളെ കണ്ടുപിടിക്കലായിരിക്കും. പക്ഷെ എനിക്കറിയാം, ആശുപത്രിയിൽ സംഭവിച്ചതിന്റെ പുറകില് ആരായിരുന്നു എന്ന് എനിക്കറിയാം. ആ ഡോക്ടർ നിങ്ങൾ ഉപദ്രവിച്ചപ്പോ എന്ത് സുഖം നിങ്ങൾക്ക് കിട്ടിയത്? എന്തിനെങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന? നിത്യ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെയാ. എന്ത് തെറ്റ്? എന്റെ കൺമുമ്പിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് തെറ്റ് തന്നെ. അതാര് ചെയ്താലും ഞാൻ ശിക്ഷിക്കും. നീ ചെയ്താലും. ഭ്രാന്താ. അതെ, ഭ്രാന്ത. എന്റെ ഭ്രാന്തിന് ചികിത്സയില്ല. അതിനെ ആരെങ്കിലും ചികിത്സിക്കാൻ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ തൊടുന്നവനല്ല, നിന്നെ ഒരു നോട്ടം നോക്കുന്നവനായാൽ പോലും ഞാൻ അവനെ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.